വർഷത്തെ ഏറ്റവും വലിയ തെലുഗു റിലീസ് അത് കൽക്കി കൊണ്ടുപോയി. അപ്പോൾ രണ്ടാമത്തെ വലിയ റിലീസ്. എന്നാൽ RRR എന്ന രാജമൗലി ബ്ലോക്ക് ബസ്റ്ററിന് ശേഷം ജൂനിയർ NTR ലീഡ് റോളിൽ തിരിച്ചെത്തുന്ന ചിത്രം എന്ന നിലയിൽ ഗ്ലോബലി സിനി വേൾഡിൽ കൽക്കിയോളം തന്നെ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത ചിത്രമാണ് ദേവര പാർട്ട് 1. ചിത്രം കണ്ടിട്ട് വന്നു, എങ്ങനെയുണ്ട് എന്ന് പറയുന്നതിന് മുമ്പേ ഒരു ചെറിയ ജിങ്സിന്റെ കഥ കൂടെ പറഞ്ഞ് തുടങ്ങാം. സംവിധാനം ചെയ്ത 12 സിനിമകളും മെഗാ ഹിറ്റ്സ് ആക്കി മാറ്റിയ നിലവിൽ ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് കമേഴ്ഷ്യൽ ഡയറക്ടറായി നിൽക്കുന്ന ഹിറ്റ് മേക്കർ രാജമൗലിയുമായി ബന്ധപ്പെട്ട ജിങ്സ് എന്നൊക്കെ പറയാവുന്ന തെലുഗു ഇൻഡസ്ട്രിയിൽ പോപ്പുലർ ആയ ഒരു കഥ. അപ്പോഴേക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുമല്ലോ. നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, 2001 രാജമൗലിയുടെ ആദ്യ സിനിമ സ്റ്റുഡന്റ് നമ്പർ 1, നായകൻ NTR. സിനിമ സൂപ്പർ ഹിറ്റ്. ആ ചിത്രത്തിന് ശേഷം NTR അഭിനയിച്ച സിനിമ 2002 ഇറങ്ങിയ സുബു. ചിത്രം അത്രയ്ക്കൊരു വിജയമൊന്നും ആയിരുന്നില്ല. 2003 രാജമൗലിയുടെ സിംഹാദ്രി, നായകൻ NTR, സൂപ്പർ ഹിറ്റ്. NTRന്റെ അടുത്ത സിനിമ ആന്ധ്രാവാല, ബോക്സ് ഓഫീസ് ഡിസാസ്റ്റർ. 2004 രാജമൗലിയുടെ സൈ എന്ന ചിത്രം, സൂപ്പർ ഹിറ്റ്, നായകൻ നിതിൻ. നിതിന്റെ അടുത്ത സിനിമ അല്ലാരി ബുള്ളോട്, ബോക്സ് ഓഫീസ് ഫ്ലോപ്പ്. 2005 രാജമൗലിയുടെ ഛത്രപതി, നായകൻ പ്രഭാസ്, മെഗാ ബ്ലോക്ക് ബസ്റ്റർ. പ്രഭാസിന്റെ അടുത്ത ചിത്രം പൗർണമി, കമേഴ്ഷ്യൽ ഫെയിലിയർ. 2006 രാജമൗലിയുടെ വിക്രമാർകുദു, നായകൻ രവി തേജ, സൂപ്പർ ഹിറ്റ്. അടുത്തതായി രവി തേജ ചെയ്ത സിനിമ ഖത്തർനക്, ബോക്സ് ഓഫീസ് ഫെയിലിയർ. 2007 രാജമൗലിയുടെ യമദോങ്ക, നായകൻ NTR, സൂപ്പർ ഹിറ്റ്. NTRന്റെ അടുത്ത ചിത്രം കാന്ത്രി, അട്ടർ ഫ്ലോപ്പ്. 2009 രാജമൗലിയുടെ മഗധീര, നായകൻ രാംചരൺ, ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ. രാംചരന്റെ അടുത്ത ചിത്രം ഓറഞ്ച്, ബോക്സ് ഓഫീസ് ഫെയിലിയർ. 2010 രാജമൗലി ഡയറക്ട് ചെയ്ത മര്യാദ രാമണ്ണ, നായകൻ സുനിൽ. സുനിൽ നായകനായ അടുത്ത ചിത്രം കഥ, സ്ക്രീൻ പ്ലേ, ദർശകത്വം അപ്പൽരാജ്, ബോക്സ് ഓഫീസ് ഫ്ലോപ്പ്. 2012 രാജമൗലിയുടെ ഈഗ, നായകൻ നാനി. നാനിയുടെ അടുത്ത ചിത്രം ഏതോ വെള്ളി പോയിന്റ് മനസ്സു. നീ താനെ എൻ പൊൻവസന്തം എന്ന തമിഴ് ചിത്രത്തിനൊപ്പം കാസ്റ്റിനെ മാത്രം മാറ്റി ഗൗതം മേനൻ സൈമൾട്ടേനിയസ്ലി ഡയറക്ട് ചെയ്ത ഈ സിനിമ മികച്ച റിവ്യൂസ് നേടിയിട്ടും തമിഴ് ചിത്രം സൂപ്പർ ഹിറ്റ് ആയിട്ടും തെലുഗുവിൽ ഒരു കമേഴ്ഷ്യൽ ഹിറ്റ് ആയില്ല. അടുത്തത് 2015 2017 രാജമൗലി തന്ന ഇന്ത്യൻ സിനിമയിലെ വിസ്മയം ബാഹുബലി സീരീസ്. പ്രഭാസ് എന്ന പാൻ ഇന്ത്യൻ സ്റ്റാറിന്റെ ഉദയം. പ്രഭാസിന്റെ അടുത്ത ചിത്രം ബഡ്ജറ്റിനെതിരെ തെറ്റില്ലാത്ത കളക്ഷൻ നേടിയെങ്കിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് നഷ്ടം വരുത്തിയ ക്രിട്ടിക്കലിയും ഫ്ലോപ്പായ സാഹോ. ഇത്രയും നേരം കത്തി കേട്ട് സഹിച്ചിരുന്നവരാണ് നിങ്ങളെങ്കിൽ ഇത് രാജമൗലി കേഴ്സ് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. അദ്ദേഹം ഒരു സിനിമ എടുക്കുന്നു, അത് വൻ വിജയമാകുന്നു. അതിലെ നായകന്റെ അടുത്ത ചിത്രം ഒന്നുകിൽ ക്രിട്ടിക്കൽ ഫ്ലോപ്പ് അല്ലെങ്കിൽ കമേഴ്ഷ്യൽ ഫ്ലോപ്പ്. ഇത് തുടർന്നു പോകുന്നു. ഇതിൽ രാജമൗലിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന ചോദ്യം പോലും ആവശ്യമില്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ പണി നേരെ ചൊവ്വേ ചെയ്യുന്നു. നായകന്റെ അടുത്ത സെലക്ഷനോ അതിന്റെ ഡയറക്ടർ നേരെ പണിയെടുക്കാത്തതോ പുള്ളിയുടെ വിഷയമല്ല. ഇനി ഇങ്ങനെ പറയുന്ന പോലും സഹിക്കാത്ത രാജമൗലി ഫാൻ ആണ് നിങ്ങളെങ്കിൽ ഇതേ ജിങ്സിനെ നിങ്ങൾക്ക് രാജമൗലി ഹീറോസ് കോഴ്സിനോ മറ്റോ വിളിക്കാം. രാജമൗലി അടുത്ത് സംവിധാനം ചെയ്ത RRR എന്ന ബ്ലോക്ക് ബസ്റ്ററിന് ശേഷം അതിൽ ലീഡ് റോള് ചെയ്ത രാംചരൺ അഭിനയിച്ച ആചാര്യ കൂടെ ഫ്ലോപ്പ് ആയ സ്ഥിതിക്ക് അതിന്റെ തന്നെ ഡയറക്ടർ കൊത്താല ശിവയുടെ സംവിധാനത്തിൽ RRRൽ മറ്റൊരു ലീഡ് റോള് ചെയ്ത് ജൂനിയർ NTR അഭിനയിച്ച് ഇപ്പൊ പുറത്തിറങ്ങിയ ദേവര എന്ന പടത്തിനെ പറ്റിയുള്ള സ്വാഭാവികമായ ഒരു സംശയമായിരിക്കും നമ്മൾ ഈ പറഞ്ഞു വന്ന ജിങ്സ് ബ്രേക്ക് ചെയ്യപ്പെട്ടോ എന്നത്. അപ്പൊ അത് തന്നെ ആദ്യം പറയാം. ബോക്സ് ഓഫീസ് സ്റ്റേറ്റസ് എന്താവും എന്ന് ഇപ്പൊ അറിയില്ലെങ്കിലും സിനിമ കണ്ടപ്പോൾ തോന്നിയത് ജിങ്സ് എവിടെയും പോയിട്ടില്ല, ശക്തമായി തന്നെ നിൽക്കുന്നു എന്നാണ്. തോന്നാനുള്ള കാര്യങ്ങൾ കൂടെ പറഞ്ഞു പോവാം. 1996 സിനിമയുടെ കഥ തുടങ്ങുന്നത്. ഒരു കുറ്റവാളിയെ തേടിയുള്ള ഓപ്പറേഷനിടയിൽ അജയ് എന്ന ഉദ്യോഗസ്ഥൻ ആദ്യം സൈഫ് അലി ഖാനിലേക്ക് എത്തുന്നു. പിന്നീട് പ്രകാശ് രാജിന്റെ ക്യാരക്ടറായ സിംഗപ്പൂരിൽ നിന്നും സെങ്കടലിനെയും ദേവരയെയും പറ്റി അറിയുന്നു. ശേഷം ഫ്ലാഷ് ബാക്ക്. അവിടെ കടൽ കൊള്ളക്കാരെയും അവരുടെ നേതാവായ ദേവരയെയും പറ്റിയുള്ള കഥ. ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റിന് ശേഷം ദേവര ഈ കടൽക്കൊള്ള പണി നിർത്തുകയും അവർക്ക് അതിനുള്ള കോൺട്രാക്ട്സ് കൊടുക്കുന്ന ആളുമായി തെറ്റുകയും ചെയ്യുന്നു. ഈ തീരുമാനം പക്ഷെ പുള്ളിയുടെ ഗ്യാങ്ങിന് അത്രയ്ക്ക് സന്തോഷമുള്ള കാര്യമല്ല. ഗ്യാങ് എന്ന് പറയുമ്പോൾ സൈഫ് അലി ഖാൻ അവതരിപ്പിക്കുന്ന ബൈറ എന്ന ക്യാരക്ടറൊക്കെ അടങ്ങുന്ന ആൾക്കാരാണ്. ശേഷം അവരും ദേവരയുമായുള്ള ക്ലാഷ് ഒക്കെയാണ് ദേവര സീരീസിൽ ആദ്യ പാർട്ടായി ഈ ചിത്രത്തിൽ പറയുന്നത്. NTRന്റെ പെർഫോമൻസ് ആണ് ചിത്രത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ മുമ്പിൽ നിൽക്കുന്നത്. തെലുഗു ലീഡ് ആക്ടേഴ്സിൽ അഭിനയിക്കാൻ നന്നായിട്ട് തന്നെ കഴിയും എന്ന് പറയാൻ പറ്റുന്ന ആൾക്കാരിൽ ഒരാൾ എന്ന പേര് അദ്ദേഹം കീപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ഡുവൽ ഷെയ്ഡ് ടോണിൽ നിൽക്കുന്ന തരം പ്രകടനമാണ് വേണ്ടത്. അത് ആപ്റ്റായിട്ട് തന്നെ ഫീലും ചെയ്യും. ജാൻവി കപൂറിന്റെ ആദ്യ തെലുഗു സിനിമയാണ് ആൻഡ് പ്രോപ്പർ തെലുഗു മസാല ഫിലിം ഹീറോയിൻ റോൾ. സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോൾ വരുന്നു, പിന്നെ അവിടെ എവിടെയൊക്കെയോ ഉണ്ട്. ദേവരയുടെ വൈഫിന്റെ റോള് ചെയ്ത ശ്രുതി മറാത്തെ നല്ല പെർഫോമൻസ് ആയിരുന്നു. ഈ അടുത്തായി വോയിസ് ഓവർ സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുന്ന പ്രകാശ് രാജ് സർ ഇതിലും വോയിസ് ഓവർ സ്റ്റാർ തന്നെയാണ്. സൈഫ് അലി ഖാൻ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഗ്രാൻഡ് കയ്യടി പുള്ളിയുടെ ഇൻട്രോ സീനിലായിരുന്നു. പുള്ളിയുടേതും ഈ ഡുവൽ ഇമോഷൻസ് ഒക്കെ വെച്ച് കളിക്കേണ്ട ടൈപ്പ് ക്യാരക്ടറാണ്. അത് എല്ലാ ഫ്രെയിംസിലും പുള്ളി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് വന്നിട്ടുള്ളത് BGM ആൻഡ് ടൈറ്റിൽ സോങ്. അനിരുദ്ധിന്റെ സ്വന്തം ഫോർട്ട് അത് നന്നായിരുന്നു. പക്ഷെ മറ്റു പാട്ടുകൾ വിഷ്വലി കുറച്ച് മുന്നിട്ട് നിൽക്കുന്നു എന്നതൊഴിച്ചാൽ പ്രത്യേകിച്ച് ഫീൽ ഒന്നും സിനിമയിൽ തരുന്നുണ്ടായിരുന്നില്ല.
ഫിലിമിന്റെ പ്രശ്നം എവിടെയാണ്? ഇപ്പൊ ഇവിടെ പറഞ്ഞ ഒഴികെ പടത്തിൽ മെയിൻ ആയിട്ട് എന്തൊക്കെയാണോ വേണ്ടത് അവിടെയൊക്കെയാണ് പ്രശ്നം. ചറപറ ക്യാരക്ടേഴ്സ്, പക്ഷെ ക്യാരക്ടറൈസേഷൻ, ക്യാരക്ടർ ഡെവലപ്മെന്റ് ഇതൊന്നും എവിടെയും കാണാനില്ല. റൈറ്റിംഗിൽ വന്നിട്ടുള്ള ഈ പ്രശ്നം തന്നെ സിനിമയിൽ ഉടനീളം കാണാം. വളരെ തിൻ ആയിട്ടുള്ള സ്റ്റോറി ലൈൻ ആണ്. എന്ന് വെച്ചാൽ സ്റ്റാൻഡ് ഔട്ട് ആയി നിൽക്കാവുന്ന അല്ലെങ്കിൽ ഇതേപോലൊരു ചിത്രത്തിൽ മസ്റ്റ് ആയിട്ട് വരേണ്ട ഗൂസ് ബംസ് മൊമെന്റ്സ് എന്ന് പറയാവുന്ന ഒരൊറ്റ സീൻ പോലും ഇല്ല. ഇന്റർവെൽ സീൻ മാത്രമാണ് കുറച്ചെങ്കിലും ഒരു റിലീഫ് എന്ന് പറയാവുന്നത്. ബാക്കി പിന്നെ ഉള്ളതിനെ എഴുതി വെച്ചിട്ടുള്ളത് എന്നല്ല, ചുരുണ്ടി വെച്ചിട്ടുള്ളത് എന്ന് വേണം പറയാൻ. ഇൻട്രൊഡക്ഷൻ സുറേല ഡോൾഫിൻ ചാട്ടം, ക്ലൈമാക്സ് ബാഹുബലിയെ കട്ടപ്പ എന്തിനു കൊന്നു, കുറച്ചുനാൾ മുന്നേ ഇറങ്ങിയ ഹനുമാൻ സിനിമയിലെ റിംഗ് ഫൈറ്റ്, ബാഹുബലിയെയും പൽവാൾ ദേവനെയും അതേപോലെ എടുത്തു വെച്ചേക്കുന്ന ദേവരെയും ഭൈരയും, രംഗസ്ഥലത്തിലെ സാമന്തയുടെ വില്ലേജ് വുമൺ ഗെറ്റപ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ള ജാൻവി, KGF-ന്റെയും സലാറിന്റെയും കരിപുരണ്ട ജീവിതങ്ങളെ ഓർമ്മിപ്പിക്കുന്ന വേൾഡ് സെറ്റിംഗ്. റൈറ്റിംഗിൽ ഈ മിസ്സായതും ഈ അടിച്ചു മാറ്റിയത് എല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് ബാക്കി എക്സിക്യൂഷനിലും ബിൽഡപ്പിലും വിഷ്വൽ ട്രീറ്റ്മെന്റിലും പിടിക്കാമെന്ന് വിചാരിച്ചാൽ ഇത് എഴുതിയേക്കുന്ന കൊർത്താല ശിവ തന്നെയാണ് ഡയറക്ഷന്. മര്യാദയ്ക്കൊരു സ്റ്റോറി കിട്ടിയാൽ അതിനെ തെറ്റില്ലാതെ എടുക്കാം എന്നല്ലാതെ സാധാരണ കാര്യങ്ങളെ എലിവേറ്റ് ചെയ്യാൻ പറ്റുന്ന രാജമൗലി, അറ്റ്ലി, സുകുമാർ ലെവൽ ഡയറക്ടർ ഒന്നും അല്ല പുള്ളിക്കാരൻ. ജനതാ ഗാരേജ്, മിർച്ചി, ശ്രീമന്തുടു ഇവയൊക്കെ വർക്ക് ആയതും ഭാരത് ആനെ നീനു, ആചാര്യ എന്നിവ വർക്ക് ആകാത്തതും അതുകൊണ്ട് കൂടെയാണെന്ന് നമുക്ക് എവിഡന്റ് ആക്കി തരുന്നതാണ് ദേവറ എന്ന സിനിമ. ഗംഭീരമായിരിക്കും എന്ന ഹൈപ്പ് കയറ്റിയ VFX പടത്തിൽ പലയിടത്തും ഒറിജിനൽ വിഷ്വൽസിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ARMന്റെ വീഡിയോ നമ്മൾ പറഞ്ഞല്ലോ, രണ്ട് രീതിയിൽ VFX ചെയ്യുന്നതിനെ പറ്റി. ARM നമ്മൾ കണ്ടത് ഒറിജിനൽ വിഷ്വൽസിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന ടൈപ്പ് VFX വർക്ക് ആണെങ്കിൽ ദേവരയിൽ ഒറിജിനൽ വിഷ്വൽസ് ഈ വഴിക്കും CGI വേറൊരു വഴിക്കും. ഇങ്ങനെ ഒരു വേർഡ് ബിൽഡിങ്ങും സെറ്റിംഗും ഉള്ള സിനിമകളിൽ VFX വർക്ക്സ് നന്നായിട്ട് വന്നിട്ടുള്ളത് നമുക്ക് സലാർ പാർട്ട് 1 കാണാം. ബട്ട് സാഡ്ലി അത് വേണ്ട പോലെ അപ്രിഷിയേറ്റ് ചെയ്യപ്പെടാതെ പോയി. അപ്പൊ ഓവറോൾ ദേവര പാർട്ട് 1 എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ സ്റ്റോറിയിൽ ഒറിജിനാലിറ്റി ഒന്നും ഇല്ല, വേണമെന്നില്ല. എക്സിക്യൂഷനിലെ ഫ്രഷ്നെസ് കൊണ്ട് മറികടക്കാം, അത് ഓക്കെ ആണോ? സോറി, അതുമല്ല. പോട്ടെ, എലിവേറ്റിംഗ് സീൻസും വിഷ്വൽ റിച്ച്നെസ്സും തിയേറ്റേഴ്സിൽ ആസ്വദിക്കാമല്ലോ. സോറി, അത്രയ്ക്ക് അങ്ങോട്ട് എലിവേറ്റഡ് ആയ സീൻസ് ഇല്ല. വിഷ്വലി ജസ്റ്റ് ഓക്കെ മാത്രമാണ്. വി ഹാവ് സീൻ ബെറ്റർ ഫിലിംസ്. ആകെപ്പാടി ഒരു ഇമോഷണൽസ് ആക്ഷൻ ഡ്രാമ. ബാഹുബലി സിൻഡ്രോമും KGF മാനിയയും ഇനിയും വിട്ട് മാറിയിട്ടില്ലാത്ത ഇന്ത്യൻ സിനിമയിൽ രണ്ടിന്റെയും പാറ്റേൺ ഒരുമിച്ച് പിടിച്ചെടുക്കാൻ നോക്കിയിട്ടുള്ള പ്രത്യേകിച്ച് എവിടെ എത്താതെ നിൽക്കുന്ന ഒരു ഒന്നാം ഭാഗം. പക്ഷെ ഞങ്ങൾ കണ്ട തിയേറ്ററിൽ തന്നെ കൈയടിച്ചൊക്കെ സിനിമ എൻജോയ് ചെയ്ത വളരെ കുറച്ച് പേരെങ്കിലും ഉണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ആർക്കും വർക്ക് ആവാത്ത സിനിമയാണെന്ന് പറയാൻ പറ്റില്ല. സോ ഒന്നുകിൽ കണ്ടു തന്നെ നോക്കൂ, അല്ലെങ്കിൽ നിങ്ങളുടെ അതേ ടേസ്റ്റ് ഉള്ള ഫ്രണ്ട്സിൽ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം ചോദിച്ചിട്ട് തീരുമാനിക്കും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുന്ന കാര്യവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കണം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.